നമസ്കാരം. നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള ED അന്വേഷണവും ED നടത്തിയ റെയ്ഡും എല്ലാം തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. പക്ഷേ ഇന്നലെ നിർണായകമായ ചില നീക്കങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. CMRL എന്ന കമ്പനി വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് കൊടുത്ത മാസപ്പടിയുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു. അതുപോലെ EDയുടെ അന്വേഷണവും റെയ്ഡും നടക്കുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം കൃത്യമായി പ്രതിരോധം തീർത്തുകൊണ്ട് CPMഉം CMRLഉം KSIDCയും വീണ വിജയനും എല്ലാം ബഹുവിധ ഹൈക്കോടതികളെ സമീപിക്കുകയും സ്റ്റേ കൊടുക്കുകയുണ്ടായി. എന്നാൽ കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കൊടുത്തിരുന്ന ആ ഹർജി, CMRL കൊടുത്തിരുന്ന ഹർജി കഴിഞ്ഞ ആഴ്ച തള്ളുകയും ഇന്നലെ വിധി പറയുന്നതിന് വേണ്ടി അത് മാറ്റിവെക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ ഡിവിഷൻ ബെഞ്ച് കൂടി CMRLന്റെ ഹർജി തള്ളിയതോടുകൂടി EDക്ക് ഇനി പരിപൂർണമായി തന്നെ വീണ വിജയനെയോ ഒരു വേള പിണറായി വിജയനെയോ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിനോ അവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനോ സമൻസ് അയക്കുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ ചോദ്യം ചെയ്യലിന് ശേഷം അവരുടെ മറുപടികൾ തൃപ്തികരമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നതിനോ ഇവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിനോ ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് തടസ്സമായി CPMന്റെ ഭാഗത്ത് നിന്നും ചില ആളുകൾ അല്ലെങ്കിൽ ചില നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് വീണ വിജയന് നേരെ ED ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല, FIR ഇട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും ED അന്വേഷിക്കുന്ന കേസുകൾ മറ്റേതെങ്കിലും ഏജൻസികൾ കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ട കേസുകളിലാണ് ED അന്വേഷണം വരാറുള്ളത്. ED നേരിട്ടല്ല അവിടെ ഒരു FIR ഇടുക എന്നുള്ള അതിൻ്റെ ഒരു നടപടിക്രമം മാത്രമാണ്. ആ ഒരു നടപടിക്രമത്തിനും തീർച്ചയായും ഇന്നലെ ഹൈക്കോടതി വിലക്ക് നീക്കിയിരിക്കുന്നു. FIR ഉണ്ടെങ്കിലേ മറ്റു നിയമ നടപടികളിലേക്ക് നീങ്ങാൻ പാടുള്ളൂ എന്നുള്ളതിന് ഹൈക്കോടതി ആ സ്റ്റേയിലൂടെ കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാരണം സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നേരത്തെ വീണ വിജയന് എതിരെ FIR ഇട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ FIRന്റെ അടിസ്ഥാനത്തിൽ EDക്ക് വീണയ്ക്കെതിരെ ചോദ്യം ചെയ്യൽ നടപടികളുമായി മുന്നോട്ട് പോകാം, സമൻസ് അയക്കാം എന്നുള്ള കാര്യങ്ങൾ കൂടി ഇന്നലെ EDക്ക് പരിപൂർണ അധികാരം നൽകിക്കൊണ്ട്, അന്വേഷണത്തിന് അധികാരം നൽകിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു വിധി ഉണ്ടായപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവിടെ വീണ വിജയനും പിണറായി വിജയനും ഞെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പറയപ്പെടുന്ന മറ്റൊരു വസ്തുത, EDക്ക് ഇനി സമൻസ് അയക്കാം, പിണറായി വിജയനെതിരെ വേണമെങ്കിൽ അയക്കാം, വീണയ്ക്കെതിരെ വേണമെങ്കിൽ അയക്കാം. അത് സ്വാഭാവികമായ നടപടിക്രമമാണ്. EDക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വീണയുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ, പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ അന്ന് വീണയുടെ പാസ്ബുക്ക് പിടിച്ചുകൊണ്ടുപോയി ഏതാണ്ട് 18 കോടി രൂപയോളം കണ്ടുകെട്ടി. അതുപോലെ അവരുടെ ഫോൺ എടുത്തുകൊണ്ടുപോയി, നിർണായകമായ പല രേഖകളും കൊണ്ടുപോയി. ഇന്നലെ EDയുടെ ഡയറക്ടറായ രാഹുൽ നവീൻ തന്നെ കൊച്ചിയിലേക്ക് എത്തുകയും ഈ ഹൈക്കോടതി വിധിക്ക് ശേഷം ഒരു യോഗം ചേരുകയും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ വീണയുടെ കേസ് അന്വേഷിച്ച ഓഫീസേഴ്സുമായി ഇവർ ആശയവിനിമയം നടത്തുകയും ചെയ്തതോടുകൂടി ഈ കേസിൽ നിർണായകമായ നീക്കമുണ്ടാകുന്നു. ഒരുപക്ഷെ വീണയുടെയും പിണറായിയുടേതും അടക്കമുള്ള സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിനോ അവരെ ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ അറസ്റ്റ് ഉണ്ടാകുന്നതിനോ ഉള്ള സാധ്യതകളാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കേസിനെ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസിൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പം ഒന്ന്, ഈ കോടതി ഉത്തരവ് പ്രകാരം EDയെ തുറന്നു വിട്ടിരിക്കുകയാണ്. EDക്ക് ഇനി ഒന്നും നോക്കാല്ല, ഇടം വല്ല നോക്കാല്ല, എങ്ങനെ വേണമെങ്കിലും മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു ഫ്രീഡം EDക്ക് ഇതോടുകൂടി കിട്ടി. CMRLന് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ്. എന്തായാലും CMRL ഇതോടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കൂട്ടിലടച്ച തത്വമല്ല, അല്ല തുറന്നു വിട്ടു എന്ന് ഞാൻ പറഞ്ഞത്. കോടതി നമുക്ക് കൂട്ടിലടച്ച തന്നെയാണ് എല്ലാ ഏജൻസികളും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി പറഞ്ഞതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന പോലെ കോടതി പറഞ്ഞത് അന്വേഷണം മുമ്പോട്ട് പോകാം, ഇനി ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലോട്ട് പോകാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരിധി ഉണ്ടായിരുന്നു അവിടെ, അതിനൊരു ആ ലെവലിൽ കഴിഞ്ഞു. ഇനി എങ്ങനെ വേണമെങ്കിലും അന്വേഷിക്കുന്നത്. ഇപ്പം നിലവിൽ സെക്ഷൻ 17 പ്രകാരം റെയ്ഡാണ് കഴിഞ്ഞത് EDയുടെ റെയ്ഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ 50 പ്രകാരം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ സമൻസ് അയക്കേണ്ട ഒരു പരിപാടിയുണ്ട്. അപ്പോൾ സമൻസ് അയക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം 242ഓളം വീണയുടെ അക്കൗണ്ടുകൾ ED കണ്ടെടുത്തു മരവിപ്പിച്ച് കഴിഞ്ഞത്. അതിൽ നിന്ന് ഏകദേശം 18ഓളം കോടി രൂപ നിലവിൽ കണ്ടെടുത്തു എന്നുള്ളതാണ് EDയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത്. ഔദ്യോഗികമായി പുറത്തു വിട്ടിട്ടില്ല കണക്ക്, ഏത് അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയെന്നുള്ളതും പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഏകദേശം 18ഓളം കോടി രൂപ പിടിച്ചെടുത്തു എന്നുള്ള കാര്യം, 240ഓളം അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു എന്നുള്ള കാര്യം പുറത്തു വന്നു കഴിഞ്ഞു. ഇനി പണം കണ്ടുകെട്ടിയ കാര്യം പിണറായി വിജയനും മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ളത് പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ച കാര്യം തന്നെയാണ്, സമ്മതിച്ച കാര്യമാണ്.
സ്വാഭാവികമായിട്ടും ഇത് കഴിഞ്ഞ സ്ഥിതിക്ക് കഴിഞ്ഞാൽ അടുത്തത് ഉണ്ടാവുക ഈ പറഞ്ഞ പോലെ സമൻസ് അയക്കലാണ്. സമൻസ് അയക്കുന്നത് നമുക്കറിയാം, ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് ഈ സമൻസ് അയക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി വീണ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കാൻ ചാൻസ് ഇല്ല. അടുത്തെന്തായാലും കോടതിയുടെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചോദ്യം ചെയ്യൽ എങ്ങനെയെങ്കിലും ഒഴിവാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയിലായിട്ട് എന്തായാലും വീണ വിജയൻ ഇത്രയും നേരം കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നില്ല. CMRL EDയും തമ്മിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കേസ് നേരിട്ടെങ്ങാണ്ട് CMRL നിന്നും വ്യതിചലിച്ച് വീണ വിജയനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അത് പിണറായി വിജയനിലോട്ടുള്ള ദൂരം അതിവിദൂരമല്ല, വളരെ അടുത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ കഴിഞ്ഞ അടുത്ത ടാർഗറ്റ് സ്വാഭാവികമായിട്ടും അത് CMRL ആയിരിക്കില്ല, അത് പിണറായി വിജയൻ തന്നെ ആയിരിക്കും. ഒരുപക്ഷെ മൂന്നാമതായിരിക്കും CMRL പോലും അവിടെ പ്രധാന കക്ഷിയായിട്ട് ഉണ്ടാവാൻ ചാൻസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സമൻസിലോട്ട് കടക്കാന്ന് പറയുന്നുണ്ട്. അതിന്റെ മുമ്പായിട്ട് ഈ പറഞ്ഞ പോലെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് എത്ര മൊത്തം രൂപ എത്ര കിട്ടി എന്നുള്ളത് തിട്ടപ്പെടുത്തേണ്ട ഒരു കണക്ക് കൂടി ഉണ്ട്. അതുകൂടി ക്ലിയർ ആയതിനു ശേഷമായിരിക്കും ഇന്ന അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട്, അത് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, എന്തിനു വന്നു. അപ്പോൾ ഓരോ അക്കൗണ്ട് ഏകദേശം 242 അക്കൗണ്ടാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓരോ അക്കൗണ്ടിലോട്ട് വന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാനെന്നുള്ള നിലക്ക് സമൻസ് അയക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇനി തുടർ നടപടി ED എന്തായാലും മുമ്പോട്ട് പോവുക. പക്ഷെ EDക്ക് ഈ വിഷയത്തിൽ വലിയൊരു താല്പര്യമുള്ള പോലെ എനിക്ക് തോന്നി. കാരണം ഇതിപ്പം EDയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി. കാരണം ED നേതാക്കന്മാരെ അവർ ഇന്നേ വരെ ഇന്ത്യയിൽ നേരിട്ടുള്ള ആ തലത്തിൽ അവരെ നേരിട്ടെങ്ങാണ്ട് ഒരു ദേശീയ പാർട്ടി അല്ലാഞ്ഞിട്ട് പോലും CPM പോലത്തെ ഒരു പ്രാദേശിക പാർട്ടി അവരുടെ EDയുടെ നേതാക്കന്മാരെ എന്താ പറയാ തല്ലി ചമർക്കുന്നു, അവരെ വണ്ടി ഇല്ലാണ്ടാക്കുന്നു, ഇത്തരത്തിലോട്ട് പോകുന്നു. അപ്പം ED സംബന്ധിച്ചിടത്തോളം ഇത് ഡു ഓർ ഡൈ, എന്താ പറയുക, തങ്ങളുടെ അഭിമാനത്തിന് ഏറ്റവും ഒരു ക്ഷതം കൂടിയാണ്. അതുകൊണ്ടാണ് ED ഡയറക്ടർ നേരിട്ട് ഇവിടെ രംഗത്തിറങ്ങിയത്. സ്വാഭാവികമായിട്ടും ഇന്നലെ അവർ യോഗം വിളിച്ചിരുന്നു ഈ കേസുമായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഈ ബംഗാളിൽ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ടൊരു റേഷനിങ് വിവാദം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇതുപോലെ ED റെയ്ഡിനെത്തിയപ്പോൾ അവർ പ്രതിരോധിക്കുകയുണ്ടായി. അന്ന് അവിടെ ഓപ്പറേഷൻ ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരു രീതിയാണ് അവിടെ ED കൈക്കൊണ്ടത്. അതായത് EDയുടെ ഈ റെയ്ഡിനെതിരെ പ്രതികരിച്ച ആളുകളെ നന്നായി തന്നെ കൈകാര്യം ചെയ്യുകയും എല്ലാവരെയും കൂട്ടത്തോടുകൂടി ജയിലിലടക്കിയ ഒരു രീതി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഓപ്പറേഷൻ സന്ദേശ് ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരു പരിപാടി. ഇപ്പോൾ കേരളത്തിലും അത് അനുവർത്തിക്കാനുള്ള നീക്കത്തിലാണ് ED എന്ന് പറയുന്നു. മാത്രമല്ല, ഇപ്പോൾ ഫവാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പ്രത്യേക തരത്തിലുള്ള ജാഗ്രത ED ഈ കേസിൽ കാണിക്കുന്നു. അത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് എന്ന് നമുക്ക് സംശയലേശമന്യേ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിലെ ഈ വീണയുടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ ആളുകളുമായി ഇന്നലെ EDയുടെ ഡയറക്ടർ കൂടിക്കാഴ്ച നടത്തുകയും ഈ കോടതി വിധി വന്നതിന് ശേഷം അവർ മണിക്കൂറുകളോളം യോഗം ചേരുകയും അടുത്ത നടപടി രൂപം കൊടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് പറയണം. മാധ്യമങ്ങൾക്ക് ഇവയെല്ലാം ചോർന്നു കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. പരിപൂർണമായും അവരെന്താണ് തീരുമാനമെടുത്തതെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇന്ന നീക്കങ്ങളായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട്, അതായത് വീണയുടെയും ഈ CMRL കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ഷോൺ ജോർജ് എന്ന BJPയുടെ യുവനേതാവ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോൺ ജോർജ് ഇന്നലെ ഈ വിധി പ്രസ്താവം വന്നതിന് ശേഷം പറയുണ്ടായി, നിങ്ങളെല്ലാവരും വീണ എന്ന് മാത്രം ഈ കേസിനെ കുറിച്ച് ഇങ്ങനെ ചുരുക്കി കാണരുത്. ഇതിന്റെ യഥാർത്ഥ പ്രതി വീണ വിജയനല്ല, അത് മുഖ്യമന്ത്രി തന്നെയാണ്. CMRL ഒരു കാരണവശാലും വീണയ്ക്ക് പണം കൊടുക്കേണ്ട കാര്യമില്ല ഒരു വ്യക്തി എന്ന രീതിയിൽ. അപ്പോൾ വീണയ്ക്ക് പണം കൊടുക്കുന്നത് അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അച്ഛനിലൂടെ ഈ കമ്പനിക്ക്, CMRL എന്ന കമ്പനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴിവിട്ട് ചില സഹായങ്ങൾ ലഭിക്കും. അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കോഴ മകളുടെ അക്കൗണ്ടിൽ കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ഷോൺ ജോർജും സമർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാട് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ്, പരിസ്ഥിതി വകുപ്പും അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തത്, ഖനന വകുപ്പും അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനാണ് ഇതിൽ യഥാർത്ഥ പ്രതി എന്ന് ഷോൺ ജോർജ് പറയുമ്പോൾ ED വീണയിലേക്ക് മാത്രമായിരിക്കില്ല ഇനി അന്വേഷണവുമായി ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് വരിക എന്നുള്ളത് ഏതാണ്ടൊരു ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും അവർ പൂർത്തിയാക്കി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഇട്ട് FIR പ്രകാരം EDക്ക് മുന്നോട്ടേക്ക് പോകാം, വേണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് വരെ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിയമപരമായ വ്യാഖ്യാനം വന്നതോടുകൂടി ഈ കേസിലെ ദുരൂഹതകളൊക്കെ അഴിയായി. നമ്മളടക്കമുള്ള ആളുകൾ ഓരോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരടക്കം കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ടായി, ഈ കോഴിക്ക് മുല വരുന്നത് പോലെ ഇപ്പൊ പിടിവീഴും അല്ലെങ്കിൽ ഇപ്പോൾ അന്വേഷണം നടക്കും നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് നാള് ഒരുപാടായല്ലോ, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പറയുന്നുണ്ട്. അവരുടെ വികാരം നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം നമ്മൾ കിട്ടുന്ന യഥാർത്ഥമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നത്. പക്ഷേ ഈ വാർത്തകൾ പറയുന്ന അത്ര ദ്രുതഗതിയിൽ ഒരുപക്ഷെ നിയമപരമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ
അവിടെ വേറെ നൂറ് നൂലാമാലകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങൾ നീണ്ടു പോയത്. എന്തായാലും നമ്മൾ മുന്നോട്ട് വച്ചതും നമ്മൾ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നൊഴിയാതെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ EDയുടെ അന്വേഷണം ചെന്ന് വീണാ വിജയനിൽ എത്തി നിൽക്കും, അവിടെ നിന്ന് പിണറായി വിജയനിലേക്ക് എത്തി നിൽക്കുമ്പോൾ പിണറായി വിജയന്റെയും സ്വത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള റൈറ്റ് അന്വേഷണാധികാരം EDക്കുണ്ട്. അത് ഹൈക്കോടതി കൊടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും പിണറായി വിജയനും ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വത്ത് കെട്ടപ്പെടാനോ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അച്ഛനും മകളും അകത്തു പോകാനുള്ള എല്ലാ സാധ്യതകളും നിയമപരമായി കാണാനുണ്ട് എന്നാണ് നമ്മളും റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത് തന്നെ വീണ്ടും പറയുന്നു. എന്തായാലും ക്രൈം അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നു എന്ന് തന്നെയാണ് ഇതുവരെയുള്ള EDയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല ഈ ഒരു കേസിൽ ബാക്കി എല്ലാവർക്കും ഉള്ളതിനേക്കാൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ഉന്മേഷമാണ് ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജ് BJPയിലുള്ളത്. എനിക്കൊണ്ട് ഈ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് വരേണ്ടത് BJPയും അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാർ. കോൺഗ്രസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്യു കുഴൽനാടൻ ഒഴികെ ബാക്കി ആർക്കും വിഷയത്തിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പോരാതിന് ഈ കരിമണലിൽ ബന്ധപ്പെട്ട് പല പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരുണ്ട് എന്നുള്ള തരത്തിൽ അതാണ് അതിൽ ഫോസ് പറഞ്ഞു. അതാണ് അതിൽ പ്രധാന കാരണം. ഇപ്പൊ കോൺഗ്രസ് നേതാക്കളുടെയും BJP നേതാക്കളുടെയും മാർക്സിസ്റ്റ് നേതാക്കളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടേത് അടക്കമുള്ള പേരുകൾ CMRL പണം കൊടുത്ത ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആർക്കൊക്കെ അന്വേഷണത്തിൽ പിടിവീഴും എന്നുള്ള ആശങ്ക പലർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ NSSന്റെ സുകുമാരൻ നായർ പറഞ്ഞാൽ ഒരു സമദൂര സിദ്ധാന്തം പാലിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസിൽ നിന്ന് മാത്യു കുഴൽനാടനും അതുപോലെ BJPയുടെ യുവനേതാവായ ഷോൺ ജോർജുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ കേരള പൊതുസമൂഹം ഈ വാർത്ത ഏറ്റവും കൂടുതൽ അറിഞ്ഞതും ഇതിന്റെ നിയമപരമായ വശങ്ങൾ അറിഞ്ഞതും ഈ രണ്ട് യുവനേതാക്കളിലൂടെ തന്നെയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പം ഇത് വേറെ കാര്യമായിട്ട് നമ്മൾ കൂട്ടി ആലോചിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ഈ ഷോൺ ജോർജ് പിന്നെ BJPക്കാരനാണ്. അപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖരൻ തലമുതിർന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. സ്വാഭാവികമായിട്ടും ഒരു നെളുന്ത് പയ്യൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഷോൺ ജോർജിന്റെ ഈ പ്രഖ്യാപനത്തെ അവർ അത് സെയിം സാധനം മാത്യു കുഴൽനാടനും ഉണ്ടായതാണ്. കാരണം മാത്യു കുഴൽനാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുമ്പോട്ട് ഇലക്ഷന് മുമ്പ് തന്നെ ഈ സാധനങ്ങൾ കൊണ്ടുവരുമ്പം അന്ന് കോൺഗ്രസ് ഇതിന് തടയിട്ടു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കണ്ട, ഇതൊന്നും കേരളത്തിൽ വില പോകാൻ പോകുന്നില്ല എന്നുള്ള തരത്തിൽ അന്ന് മാത്യുവിനെ ഒതുക്കിയതും ഈ പറഞ്ഞ പോലെ തലമുതിർന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും കൂടിയിട്ടാണ്. ഇന്ന് ഇതേ വിഷയം എനിക്ക് തോന്നുന്നു ഇനി അടുത്തത് നേരിടാൻ പോകുന്നത് ഷോൺ ജോർജ് ആയിരിക്കും. നേരിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ഷോൺ ജോർജിനെ ഒതുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവരുടെ പല നേതാക്കന്മാരുടെയും പേര് അതിലുണ്ട്. സ്വാഭാവികമായിട്ടും ഇവർക്ക് ആർക്കും എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവരുടെ പേര് പുറത്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് മാനക്കേടാണ്. സംസ്ഥാന നേതാക്കന്മാരൊക്കെ പെട്ട സ്ഥിതിക്ക് ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് BJP വല്ലാണ്ട് മുമ്പോട്ട് പോകുന്നതിന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ED അന്വേഷണം എത്രയും പെട്ടെന്ന് നിലനിൽക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണാനില്ല. പക്ഷേ അത് ആ ഒരു സംശയമാണെങ്കിലും അവിടെ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അവർക്ക് പ്രവർത്തന ഫണ്ടെന്നോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അവർക്ക് സംഭാവനകൾ സ്വീകരിക്കാം. അതിന് കൃത്യമായ രസീത് കൊടുത്താൽ മതി എന്നുള്ളതാണ് അവരുടെ ഒരു നിയമാവലി പറയുന്നത്. അതുകൊണ്ട് തന്നെ RC രമേശ് ചെന്നിത്തല, OC ഉമ്മൻചാണ്ടി, KK കുഞ്ഞാലിക്കുട്ടി, PV പിണറായി വിജയൻ എന്നിങ്ങനെ എല്ലാ നേതാക്കന്മാരുടെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞത് കൃത്യമായിട്ടും തെരഞ്ഞെടുപ്പ് ഫണ്ടോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തന ഫണ്ടോ ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും നേതാക്കളുടെ പേരിലേക്കായിരിക്കും അവർ കൊടുക്കേണ്ടത്, പിന്നീട് അത് പാർട്ടിയിലേക്ക് കൊടുക്കും, റെസിപ്റ്റും കൊടുത്തിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രവർത്തന ഫണ്ടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടോ ഒക്കെ സംഭാവനയായിട്ട് സ്വീകരിക്കുക ഒരു കീഴ്വഴക്കമാണ് സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും അങ്ങനെ നടക്കുന്നുണ്ട്. ആ രീതിയിൽ നേതാക്കന്മാരിലേക്ക് കൂടുതൽ ദുരൂഹമായ രീതിയിൽ അത് ചെല്ലില്ലായിരിക്കും. പക്ഷെ ഈ PV ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് പിണറായി വിജയൻ മാത്രമാണ്. അല്ല, ഞാൻ വിചാരിക്കുന്നത് എല്ലാ നേതാക്കന്മാരിലേക്ക് എത്തുന്നുള്ളൂ. കാരണം അത്ര മാത്രമേ സാർ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളൂ കുഞ്ഞാലിക്കുട്ടി വിഷയമായിട്ട് എന്തെങ്കിലും പ്രതികരണം നടത്തുന്നത് കണ്ടായിരുന്നു? അതെ, ഇല്ല. കാരണം കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടേ ഇല്ല വിഷയത്തിൽ. ഇതേപോലെ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല വിഷയം ഒന്നും മിണ്ടിയിട്ടേ ഇല്ല. രാജീവ് ചന്ദ്രശേഖരൻ മിണ്ടിയിട്ടില്ല. അപ്പൊ പല നേതാക്കന്മാരും പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അവരാരും മിണ്ടിയിട്ടില്ല. ഇവരൊക്കെ ആ പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കന്മാരാണ്. സ്വാഭാവികമായിട്ടും അവർ ഈ വിഷയത്തെ ഒതുക്കും. കാരണം അവരെ പേര് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് മാനക്കേടാണ്, അവർക്ക് ഇഷ്യൂ ആണത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ പൈസ വാങ്ങുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ഇവരുടെ പാർട്ടിക്കും ഇമേജിന് നന്നായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷോൺ ജോർജോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള 2-3 നേതാക്കന്മാർ മാത്യു കുഴൽനാടനോ ഉയർത്തിക്കൊണ്ടുവന്നൊരു സാധനം എനിക്ക് തോന്നുന്നില്ല ഒരു പരിധി വരെ ഇതിന് ഉയരാൻ കഴിയുന്നുള്ളത്. കാരണം അപ്പോഴേക്കും തലമുതിർന്ന നേതാക്കന്മാർ 2 പാർട്ടിയിലായാലും അവരെല്ലാം എക്സ്പോർട്ടാണ്. BJPയിലും CPM-ലും CPI-ലും കോൺഗ്രസിലും എല്ലാവരും ഉണ്ട്. സ്വാഭാവികമായിട്ട് ഈ കേസ് വല്ലാണ്ട് ഉയരാൻ ഞാൻ കാണുന്നില്ല. എന്തായാലും
അത് അടിച്ചൊതുക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നു. അല്ല, എന്തായാലും ഈ ഫവാസ് പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല ഞാൻ. കാരണം ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കന്മാർക്കും കരിമണൽ ഖനന കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കരിമണൽ കമ്പനി കർത്ത എല്ലാവർക്കും പണം കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കൈനീട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാവരും അതൊരു ഉപകാര സ്മരണ എന്ന രീതിയിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട എന്ന് കണക്കാക്കി ഒരുപക്ഷെ മുകളിലേക്കുള്ള രീതിയിൽ നിന്ന് മാറിയേക്കാം. പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഓഫീസിന് മുന്നിലുള്ള വിഷയം, ഇഡിയുടെ മുമ്പിലുള്ള വിഷയം ഇല്ലാതാവുന്നില്ല. പക്ഷേ പിണറായി വിജയനിലേക്കും വീണയിലേക്കും എല്ലാം ഈ അന്വേഷണം നീണ്ടു ചെല്ലാനുള്ള സാധ്യത ഒരു കാരണവശാലും തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ അവിടെ നിന്നും ഈ കർത്തയുടെ ഡയറിയിലേക്കുള്ള പേരുകാരിലേക്കുള്ള അന്വേഷണം ഒരുപക്ഷെ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഫവാസ് പറഞ്ഞ പോലെ അത് വളരെ വിദൂര സാധ്യത തന്നെ ആയിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്.